എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഒരു പുരാണ കഥയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഈ കഥ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഒരു രാജാവ് ഉപയോഗിച്ച ചില വിദ്യകളെ കുറിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥയാണിത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് പരമാവധി കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കും. നല്ല നല്ല കഥകൾ കേട്ട് നല്ല നല്ല ആശയങ്ങൾ മനസ്സിൽ കയറ്റി നല്ല ഒരു കുട്ടികളായി സമൂഹ നന്മ ചെയ്യുന്ന ഒരു നല്ലൊരു കുട്ടികളായിട്ട് അവർ ഭാവിയിൽ വളർന്നു വരട്ടെ എന്ന് ആദ്യം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ കഥ ഇങ്ങനെയാണ്. അതായത് അളകനന്ദയിലെ കീർത്തിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. സൂര്യസേനൻ എന്നായിരുന്നു ആ രാജാവിന്. ഒരിക്കൽ സൂര്യസേനൻ തൻ്റെ വിശ്വസ്തനായ പടയാളികളെയും കൂട്ടി വലിയൊരു പോരാട്ടത്തിനായി ഇറങ്ങി തിരിച്ചു. തങ്ങളെ എപ്പോഴും ആക്രമിക്കുകയും ഭീഷണിപ്പെടുകയും ചെയ്യുന്ന രുദ്രപ്രയാഗിലെ ധീരസേനന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹം തൻ്റെ പടയാളികളോട് പറയുന്നുണ്ട്, ഒന്നുകിൽ നമുക്ക് നമ്മുടെ ജന്മഭൂമിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണം, അതല്ലെങ്കിൽ പടപൊരുതി നമുക്ക് മരിക്കണം. ഇത് രണ്ട് വഴിയേ നമുക്ക് മുമ്പിലുള്ളൂ. അപ്പോൾ നമുക്ക് ധീരസേനനെ നമുക്ക് സധീരം നേരിടാം എന്ന് പറഞ്ഞിട്ടാണ് പടയാളികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. സൂര്യസേന മഹാരാജാവ് തികഞ്ഞ നല്ലൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആത്മവിശ്വാസത്തോടും ഒരു അചഞ്ചലമായ വിശ്വാസത്തോടും കൂടി അചഞ്ചലമായ മനസ്സോടും കൂടി പോരാട്ട ഭൂമിയിലേക്ക് കുതിച്ചു പോവുകയാണ്. അപ്പൊ കുറച്ചു ദൂരം അങ്ങോട്ട് കടന്നപ്പോൾ അവിടെ ഒരു വലിയ കുന്നുണ്ടായിരുന്നു. ആ കുന്ന് ഇറങ്ങി അത് സൂര്യസേനനും അദ്ദേഹത്തിന് പടയാളികളും സൈനാധിപനും എല്ലാവരുമായിട്ട് വിശ്രമിക്കാനായിട്ട് അവിടെയുള്ള ഒരു നദീതീരത്ത് ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചാരന്മാർ മുഖേന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇദ്ദേഹത്തിന്റെ ചെവിയിലെത്തുന്നത്. അതായത് സൂര്യസേനനെ തോൽപ്പിക്കാനായിട്ട് അപ്പുറത്ത് സൈന്യം ധീരസേനന്റെ സൈന്യം 10,000-ഓളം പടയാളികളുമായിട്ട് വാളും പരിചയും കുന്തവും പന്തവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ള ആ നഗ്നസത്യം അല്ലെങ്കിൽ ആ പേടിപ്പെടുത്തുന്ന സത്യം സൂര്യസേനൻ അറിയുകയാണ്. അപ്പൊ ഈ നിലയിലേക്ക് അവിടെ 10,000-കണക്കിന് സൈനികർ നിൽക്കുന്നു. അപ്പൊ ഈ നിലയിലേക്ക് ആ പടക്കളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ തോറ്റു തുലയുമെന്ന് സൂര്യസേനന് പൂർണ്ണ ബോധ്യമായി. കാരണം ഭടന്മാരുടെ ആത്മവിശ്വാസം പാടെ തകർന്നു ഇത് കേട്ടതോടുകൂടി. അപ്പൊ അത് വീണ്ടെടുത്തില്ലെങ്കിൽ, ആ ആത്മവിശ്വാസം വീണ്ടെടുത്തില്ലെങ്കിൽ എല്ലാം തകർന്നു മണ്ണടിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ രാജ്യം പോലും നഷ്ടപ്പെടും, അതുകൂടാതെ താനും ചിലപ്പോൾ മരണപ്പെടാം എന്നുള്ള ആ ദുഃഖസത്യം അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അതിനെന്താണ് ഒരു പോംവഴി? എന്നാൽ സൂര്യസേന രാജാവ് മുഖത്ത് യാതൊരു ഭാവമാറ്റവും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം തന്റെ പടയാളികളോട് പറഞ്ഞു, വേഗം മുന്നോട്ട് നീങ്ങാം. അപ്പൊ ഈ രാജകൽപ്പന കേട്ടതോടെ പടയാളികൾ കുതിരകളെയും പായിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അപ്പൊ ഇവര് പടയാളികളും സൈനികരും രാജാവും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറെ ദൂരം ചെന്നപ്പോൾ ഒരു കാടിന് നടുക്ക് ഒരു പഴകിയ ക്ഷേത്രം കണ്ട്. പഴയൊരു ക്ഷേത്രമാണ് കണ്ടത്. അപ്പൊ അത് കണ്ടിട്ട് രാജാവ് പറഞ്ഞു, നിൽക്കൂ, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ, ഇതൊരു പഴയ ക്ഷേത്രമാണ്. എങ്കിലും നമ്മുടെ ജയപരാജയങ്ങള് മുൻകൂട്ടി അറിയുവാൻ ഇവിടത്തെ ദേവതയ്ക്ക് കഴിയും. പഴയ ക്ഷേത്രം ആണെങ്കിൽ കൂടി ആ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയിക്കുമോ തോൽക്കുമോ എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിനോട് അല്ലെങ്കിൽ ദേവതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അതെങ്ങനെ എന്നുള്ളത് പടയാളികൾ സൂര്യസേനന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പടയാളികൾ ഇവിടെ നിൽക്കും, ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തു കയറി വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി അല്പസമയത്തിന് അകം അദ്ദേഹം പുറത്തേക്ക് വന്നു. എന്നിട്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം പുറത്തെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതെനിക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു സ്വർണ്ണ നാണയമാണ്, രാജമുദ്രയുള്ള അതിഭയങ്കരമായ ഒരു നാണയമാണ്. ഇവിടെ നിന്നുകൊണ്ട് ഈ നാണയം ഞാൻ മുകളിലേക്ക് എറിയും. അപ്പൊ രാജമുദ്ര ആണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൽ ഉറപ്പായും ജയിക്കും. എനിക്ക് അതാണ് ക്ഷേത്രത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പടയാളികൾ പറയും,
എന്നാൽ വേഗമാകട്ടെ മഹാരാജൻ. പടയാളികൾ ഒരേ സ്വരത്തിൽ, എല്ലാവരും പടയാളികളുണ്ടല്ലോ 10 ഇദ്ദേഹത്തിന് അനേകം പടയാളികൾ, അവരെല്ലാം ഒരേ സമയം പറയുകയാണ്, എങ്കിൽ വേഗമാവട്ടെ രാജൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുകളിലേക്ക് നാണയത്തൊട്ട് എറിയുകയാണ് ചെയ്തത്. അപ്പൊ സൂര്യസേന രാജാവ് നാണയം കറക്കി മുകളിലേക്ക് എറിഞ്ഞു. എല്ലാവരും നോക്കി നിൽക്കെ നാണയം താഴെ വീണു. പടയാളികൾ ഒന്നടങ്കം ഓടിച്ചെന്നിട്ട് നാണയത്തിലേക്ക് നോക്കി. അവർ അത്ഭുത സ്തബ്ധരായി. ഹായ്, നമ്മൾ ജയിക്കും, അതാ മുകളിൽ രാജമുദ്ര, അവർ തുള്ളി ചാടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇനി ഒട്ടും സംശയിക്കേണ്ട കാര്യമല്ല, യുദ്ധത്തിൽ നാം ജയിക്കും, നാം തന്നെ ഉറപ്പായി ജയിക്കും. അപ്പൊ സൂര്യസേനൻ അവരോട് പറഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു, നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ. എല്ലാവരുടെയും മുഖത്ത്, അതുവരെ എല്ലാവരും മ്ലാന മുഖം ആയിരുന്നു, ഒരു ദുഃഖഭാവമായിരുന്നു. എല്ലാവരുടെ മുഖത്തും ഒരു ആത്മവിശ്വാസവും ഒരു സന്തോഷവും അലയടിച്ചു. അവരെല്ലാവരും വർദ്ധിച്ച വീരത്തോടെ പടക്കളത്തിലേക്ക് കുതിച്ചു. അവരുടെ വീറും കൂറും, രാജ്യത്തിനോട് വീറും കൂറും ആളിക്കത്തി. അങ്ങനെ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അവർ ജയിച്ചു. അതിഭയങ്കരമായ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പടയാളികൾ നിഷ്പ്രയാസം വിജയക്കൊടി നാട്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നു. വിജയപേര് മുഴക്കി തിരിച്ചു പോരാനൊരുങ്ങിയപ്പോൾ സേനാനായകൻ അദ്ദേഹത്തിനോട് പറയുകയാണ് ഉണ്ടായത്, നമുക്ക് തിരിച്ചു ആ കാട്ടിലൂടെ തന്നെ പോകാം. അപ്പൊ അവിടുത്തെ ദേവിയോട് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. കാരണം അവിടെ നിന്നാണല്ലോ നമുക്ക് ഈ നാണയം കിട്ടിയത്, നമ്മൾ ജയിക്കുന്ന ആ മുന്നേ നമുക്ക് മനസ്സിലായത് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അവിടേക്ക് പോകേണ്ട കാര്യം ഒന്നുമില്ല. കാരണം ഇത് ജയിക്കാനുള്ള കാരണം നിങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്, നിങ്ങൾ തന്നെയാണ് അതിന് കാരണം. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചതാണ് ഈ ജയിക്കാനുള്ള കാരണം. അതിന് ഞാനൊരു ചെപ്പടി വിദ്യ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൂര്യസേനൻ മഹാരാജാവ് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ചെപ്പടി വിദ്യ രാജാവെ അങ്ങ് പ്രയോഗിച്ചത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അകത്ത് ഞാൻ പോയി, പക്ഷെ ഈ രാജമുദ്രയുള്ള നാണയത്തൊട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നാണയത്തൊട്ട് തന്നെയാണ്, അതിൻ്റെ 2 വശത്തും രാജമുദ്ര തന്നെയാണ്. പക്ഷെ ഞാനത് മുകളിലേക്ക് ഇട്ടപ്പോൾ എങ്ങനെ വീണാലും രാജമുദ്ര തന്നെയായിരിക്കും മുകളിൽ വന്നു വീഴുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ അത് കണ്ടതോടുകൂടി നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വളർന്നു. അതുവഴി നമ്മൾ ശക്തരായി. അങ്ങനെയാണ് നമ്മൾ ജയിച്ചത്. സൂര്യസേന മഹാരാജന് വിശദീകരണം കേട്ടിട്ട് അവരെല്ലാവരും അത്ഭുത സ്തബ്ധരായി. പിന്നെ മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, അതായത് ആത്മവിശ്വാസത്തോടെ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയിക്കുക തന്നെ ചെയ്യും. അന്നു മുതൽ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരായി തീരുന്നു. ആ നാട് ദിനം പ്രതി പുരോഗതിയിലേക്കും അവിടെ നിന്ന് വീണ്ടും പുരോഗതിയിലേക്ക് കുതിച്ചു. അപ്പൊ ഇതാണ് ആത്മവിശ്വാസത്തിന്റെ ഒരു കഥ. അപ്പൊ എല്ലാവരും, നിങ്ങളെ കുട്ടികളെ എല്ലാവരും ഈ കഥ പറഞ്ഞ് മനസ്സിലാക്കുക. ആത്മവിശ്വാസം നേടേണ്ടത് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക. അതുകൂടാതെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെങ്കിലും ഇത് ഫോർവേഡ് ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ലൊരു കണ്ടന്റായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.